ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട്, വീട്ടിലെ പാചകവും ഉണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളുന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഇന്നലെ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊമ്പുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് വേപ്പിൻ്റെ തൈകളാണ് ഈ മുളച്ച് നിൽക്കണതൊക്കെ. ഒത്തിരി തൈകളുണ്ട് കേട്ടോ. കടക്കേന്ന് ഞാനത് കാരണം ഇത് ഒടിച്ചെടുക്കുകയുള്ളൂ. മുകളിൽ നിന്ന് ഞാൻ അങ്ങനെ ഒടിച്ചെടുക്കാറില്ല, കാരണം അത് ഇച്ചിരി ഉയരത്തിൽ പോയി വളച്ചൊടിക്കണം. അതുകൊണ്ട് ഞാൻ അതുമേന്ന് എടുക്കാറില്ല. അപ്പുറയും ഇപ്പുറയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വേപ്പുകൾ നിൽക്കുന്നുണ്ട്. പുല്ലങ്ങടാർത്ത് പിടിച്ചു. 2-3 മഴ കിട്ടിയപ്പോഴത്തേനും. ചീര ഒടിക്കാറായി. ഞാനിനി അത് ഒടിച്ചെടുക്കാൻ പോവുക. കിളന്ത് നോക്കി ഓടിക്കാം. ഒടിയേണ്ട ആ ഒരു ഒടിച്ചെടുക്കാവുന്ന ഒരു കണ്ടീഷനിൽ ഉള്ളിടത്തുനിന്ന് ഒടിക്കുക. ഈ മഴ 2 പെയ്ത് കഴിയുമ്പോൾ അത് വിട്ടുപോകുന്നു. പിടിപിടീന്നത് അങ്ങോട്ട് പോരും. അച്ചിങ്ങ ഒടിക്കുന്ന പോലുള്ള ഒരു ഒടിയൻ ഇതുണ്ട്. ആ സമയത്ത് ഒടിച്ചെടുത്ത് തോരൻ്റെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇന്ന് ഷീറ്റ് പുകയ്ക്കാനുള്ള പരിപാടിയാണ്. വെയിലത്തിട്ട് ഷീറ്റൊക്കെ ഒരുമാതിരി വാട്ടിയെടുത്തു. ഇനിയിപ്പം മഴ പെയ്യാൻ പാലേ, അപ്പം അത് കാരണം പുക കൊടുത്ത് ഷീറ്റാക്കി എടുക്കാമെന്ന് കരുതി. അപ്പം അതിനുള്ള പുറപ്പാടാണ്. പുകപ്പര. ഇതിനകത്ത് ഞങ്ങൾ വേറെ ഒരു പറമ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കുടംപുളി ഞങ്ങൾ പുകച്ചെടുക്കാറുണ്ട്. വളപ്പിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അടുക്കളയിലെ കുറച്ച് പണികൾ ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി, കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചു, പാല് കാച്ചി വെച്ചു. ഇപ്പോൾ ചായക്ക് വെള്ളം ഞാൻ വെച്ചേക്കുകയാണ്. ഇനിയും പാല് മാറ്റി ചായ എടുക്കണം. ഉപ്പുമാവ് ഉണ്ടാക്കി തട്ടിപ്പൊത്തി വെച്ചതാണ്. നെയ്യിലുണ്ടാക്കിയാലും ടേസ്റ്റ് കൂടുതലാണ്. എനിക്കിഷ്ടം നെയ്യിലുണ്ടാക്കുന്നതാണ്.
ചിലർക്ക് നെയ്യ് ഇഷ്ടപ്പെടില്ല. ഉപ്പുമാവിന് കൂടെ കഴിക്കാനായിട്ട് കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ പരിപ്പ്, സവാള, തക്കാളി കൂടി കഴുകി കുക്കറിലിട്ട് 2 വിസിലടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞിട്ട് ഉള്ളിമുളകൊക്കെ മൂപ്പിച്ച് അതിലിട്ട് ഒരു ചെറിയ ഒഴിച്ചുകറി പോലെ ആക്കി എടുക്കാമെന്ന് കരുതി ചെയ്ത് വെച്ചിട്ട് പോകുന്നതാണ്. വന്നിട്ടേ ഇനി അത് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം വേവൊക്കെ ആയി. തിളച്ച പാല് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വെള്ളം മടപ്പത്ത് വെച്ച് പൊടിയിട്ടു. പാലും ചേർത്ത് വെച്ചു. ചായ ഏകദേശം റെഡിയായി. ഇനി അതൊന്ന് ഊറ്റിയെടുക്കണം. പഞ്ചസാരയും ചേർത്തു.